നമസ്കാരം. KMC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താരസംഘടനയായ അമ്മയുടെ കൂട്ടരാജിക്കെതിരെ നടൻ അനൂപ് ചന്ദ്രൻ. രാജി അംഗീകരിക്കുന്നില്ലെന്ന് അനൂപ് ചന്ദ്രൻ. ഒരു സംഘടനയിലെ മുഴുവൻ ആളുകളും രാജിവെക്കുന്ന രീതി ശരിയല്ലെന്നും അനൂപ് ചന്ദ്രൻ. അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും. സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കും. ആലപ്പുഴ നഗരസഭ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു എന്ന ആരോപണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. 13 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി പൂർത്തിയാക്കിയ ആ മന്ദിരത്തിൽ 1300 ലക്ഷം രൂപയാണ് അവിടെ കിടന്ന് നശിക്കുന്നത്. ചേർത്തല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരം മാലിന്യ കൂമ്പാരമാകുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ചേലത്ത് ചേർത്തല പദ്ധതി പുരോഗമിക്കുമ്പോഴാണ് നഗരസഭയുടെ മൂക്കിന് താഴെ മാലിന്യം നിറയുന്നത്. ഒരിക്കലും ശരിയായിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രവണതയല്ല. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കും. അതായത് നമ്മൾക്ക് ഫൈൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വഴിയോര കച്ചവടക്കാരെ അനധികൃതമായി ഒഴിപ്പിക്കുന്നു എന്ന ആരോപണം. പ്രതിഷേധവുമായി വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ചേർത്തല PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ നിയമം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, അവരെ പുനരധിവസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. വൈക്കം വെള്ളൂർ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറിയായ KPPL നിന്ന് പുറംതള്ളുന്ന രാസമാലിന്യം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം. LDFന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് മുന്നിൽ ധർണ നടത്തി. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും LDF. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഇവിടെ പ്രത്യക്ഷമായ ഒരു സമരത്തിന് ഇത് തുടങ്ങുന്നത്. വാർത്തകൾ വിശദമായി. താരസംഘടനയായ അമ്മയുടെ കൂട്ടരാജി അംഗീകരിക്കുന്നില്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. ഒരു സംഘടനയിലെ മുഴുവൻ ആളുകളും രാജിവെക്കുന്ന രീതി ശരിയല്ലെന്നും അനൂപ് ചന്ദ്രൻ. ജഗദീഷ് ഏട്ടൻ അങ്ങനെ പറയാൻ അർഹതയുള്ള ഒരാളല്ല. കാര്യം അദ്ദേഹമാണ് തലേ ദിവസം ഒഫീഷ്യൽ പാനൽ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. അത് അദ്ദേഹം തന്നെ ഷൂട്ട് ചെയ്തിട്ട് അവിടുത്തെ അമ്മ അസോസിയേഷൻ ഓഫീസിൽ അദ്ദേഹം കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പോലും ഇല്ലാത്തയാൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അകത്ത് ഓഫീസിലകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന കമ്മിറ്റിക്ക് അകത്ത് കയറി ഇരുന്നതിന് ശേഷം കമ്മിറ്റി പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ നടുക്ക് നിർത്തിക്കൊണ്ട് ശ്രീമാൻ ബാബുരാജ് അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ കൈവശം അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് ഇദ്ദേഹം മുഴുവൻ അമ്മ മെമ്പേഴ്സിനും അയച്ചു കൊടുത്ത വീഡിയോ ആണത്. ആ അയച്ചു കൊടുത്ത വീഡിയോയ്ക്കകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ. അതിൻ്റെ ദുരന്തമാണ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ പാനലിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നിലപാട് ജഗദീഷിൻ്റെ എടുക്കുന്നത് എന്താ പറയുക, ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ്, ഈ ക്യാമറ അന്വേഷണം അല്ലെങ്കിൽ ക്യാമറ അറ്റൻഷൻ കൂടെ എനിക്ക് കിട്ടണമെന്നൊരു ആഗ്രഹമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെരഞ്ഞെടുത്തവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് കൂട്ടരാജി. ഇതിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളാണ് ഒഫീഷ്യൽ പാനൽ എന്ന് പറഞ്ഞു. അന്ന് അതിന് മോഹൻലാൽ മൗനസമ്മതം നടത്തി. അതിന്റെ പരിണിതഫലമാണ് ഇപ്പോൾ കാണുന്നതെന്നും അനൂപ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. മോഹൻലാലാണ് അമ്മ സംഘടനയുടെ നാഥൻ. മോഹൻലാൽ സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. മോഹൻലാലിന്റെ നന്മയാണ് അമ്മയെ നിലനിർത്തുന്നത്. ആരോപണ വിധേയരായ മുകേഷ് ഉൾപ്പെടെ എല്ലാവരും മാറി നിൽക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ഇതിനകത്ത് ഞാനൊരു കാര്യം വളരെ ഭംഗിയായിട്ട് പറയാം. ഇതിനകത്ത് അമ്മ അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു സംഘടന നിരാലംബരായി കൂടെ നടക്കുന്നവർ കാലിടറി വീഴുമ്പോൾ അവരെ ചേർത്ത് നിർത്താനായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ അമ്മ അസോസിയേഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൈനീട്ടവും മറ്റു പല ആനുകൂല്യങ്ങളും ഈ അമ്മയിലെ മെമ്പേഴ്സിന് മുഴുവൻ കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ സംഘടന നിലനിൽക്കുന്നത്. അതിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അമ്മ അസോസിയേഷനിലെ എനിക്ക് തോന്നുന്ന ഒരേ ഒരാൾ ശ്രീ ലാലേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കരുണയുമാണ് ഈ സംഘടന ഇങ്ങനെ നിലനിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു നാഥൻ. കാര്യം 5000 രൂപ മാസം പെൻഷൻ കിട്ടുമ്പോൾ ആ പെൻഷൻ പൈസ കൊണ്ട് മരുന്ന് വാങ്ങാം, അല്ലെങ്കിൽ പറ്റ് തന്നേക്കാം എന്ന് പറയുന്ന ആൾക്കാരും കൂടെ ഇരിക്കുന്ന സംഘടനയാണ് അമ്മ. കോടിക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കാരുടെയും കൂടെ ചേർന്നുള്ള സംഘടനയാണ് അമ്മ. അപ്പോൾ അതുകൊണ്ട് അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും. സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ആലപ്പുഴ നഗരസഭ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു എന്ന ആരോപണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി.
ആലപ്പുഴ നഗരസഭാ ടൗൺ ഹാൾ നിർമ്മാണത്തിനായി 9% പലിശയിൽ 15 കോടി രൂപ വായ്പ എടുക്കുവാനുള്ള തീരുമാനം പിൻവലിച്ച് സാമ്പത്തിക ബാധ്യത വരുത്താത്ത നിലയിലുള്ള പദ്ധതി വിഭാവനം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തിയത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ നഗരത്തിൽ കുടിവെള്ളം കൊടുക്കാൻ പൈസ ഇല്ലാതെ ബഡ്ജറ്റിൽ പൈസ വെക്കാൻ പൈസ ഇല്ലാത്ത ഒരു നഗരഭരണം 13 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി പൂർത്തിയാക്കിയ ആ മന്ദിരത്തിൽ 1300 ലക്ഷം രൂപയാണ് അവിടെ കിടന്ന് നശിക്കുന്നത്, ഡെഡ് പണിയായിട്ട് കിടന്ന് നശിക്കുന്നത് എന്നത് ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്ത് നല്ല കുറെ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ കേരളത്തിൽ ഏറ്റവും നല്ല ഒരു അഭിപ്രായം ഈ നഗരസഭയുടെ ഭരണത്തെ കുറിച്ചുണ്ടായി. ചുക്കൂർ പറഞ്ഞ പോലെ വിശാഖപട്ടണം അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി പുരസ്കാരങ്ങൾ വാങ്ങി. അതിൽ കൊതിക്കറുവുണ്ട്, ശതാബ്ദി മന്ദിരം തുറക്കത്തില്ല. ഇവിടെ EMS സ്റ്റേഡിയം ഉണ്ട്. ഈ സ്റ്റേഡിയം പണിഞ്ഞപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയമായി അത് ഭാവിയിൽ മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റേഡിയമായിട്ടാണ് അതിനെ വിഭാവനം ചെയ്തത്. ഒരുപക്ഷെ ഇത്രയും നല്ല ഒരു സ്റ്റേഡിയം അതിന്റെ സർക്കംഫറൻസ് കൊണ്ടും അതിന്റെ പശ്ചാത്തലപരമായ വൈപുല്യം കൊണ്ടും അവിടുത്തെ എടുത്തിരിക്കുന്ന ആ സ്ഥലത്തിന്റെ നഗരത്തിലെ ഏറ്റവും ഹൃദയഭാഗമായതുകൊണ്ടും ഇതുപോലെ വികസിപ്പിച്ചെടുക്കാവുന്ന ഒരു സ്റ്റേഡിയം കേരളത്തിലെ ഒരു നഗരത്തിലുമില്ല. DCC വൈസ് പ്രസിഡന്റ് തോമസ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റിഗോ രാജു, G. സഞ്ജീവ് ഭട്ട്, P. നാരായണൻകുട്ടി, K.A. സാബു, C.V. മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചേർത്തല ഗവൺമെന്റ് LPSന്റെ പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിവിധ പഠനയിടങ്ങൾ, കളിയിടങ്ങൾ, പാർക്ക്, ഹരിതോദ്യാനം എന്നിവ അടങ്ങുന്നതാണ് വർണ്ണക്കൂടാരം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വർണ്ണക്കൂടാരമാണ് മന്ത്രി P. പ്രസാദ് കുട്ടികൾക്കായി തുറന്നുകൊടുത്തത്. തന്നെയല്ല ഈ 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കായിരിക്കണം, 4 മണിക്കൊപ്പം ഇല്ല, 4 മണിക്ക് സ്കൂൾ പിരിയുന്നതിനനുസരിച്ചായിരിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ചില പ്രയാസങ്ങളെല്ലാം വന്നു. അങ്ങനെയാണ് 27 നിശ്ചയിച്ചത്. അവിചാരിതമായി ഒരുപാട് തിരക്കുകൾ, ചില ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾ ഉൾപ്പെടെ വന്നു കയറിയതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കാലത്തെ എല്ലാ പരിപാടികളും ഒഴിവാക്കുമ്പോൾ ഈ പരിപാടിയും ആ കൂട്ടത്തിൽ പെട്ടതാണെങ്കിലും സ്കൂളിലെ പരിപാടി ഉറപ്പായിട്ട് എത്തും എന്ന് പറയുകയും ചെയ്തതാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി വന്നിട്ട് പോകണമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ മീറ്റിംഗിൽ ഞാൻ കയറേണ്ട സമയം അതിക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മുടെ സ്കൂള് ചേർത്തല നോർത്ത് ഗവൺമെൻറ് LP സ്കൂൾ വളരെ നന്നായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. നിരവധിയായ പരിപാടികൾ ഞാൻ തന്നെ ഈ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്റ്റാർസിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രീ സ്കൂൾ എന്ന തരത്തിൽ കണക്കിലെടുത്തുകൊണ്ട് പ്രീ പ്രൈമറി എന്നതിനെ കണക്കിലെടുത്തുകൊണ്ടുള്ള പഠനയിടങ്ങളും കളിയിടങ്ങളും ഒരു ഹരിത ഉദ്യാനവും പാർക്കും എല്ലാം കൂടി ചേരുന്ന ഒരു വർണ്ണക്കൂടാരം എന്ന പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇതോടൊപ്പം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച വാട്ടർ പ്യൂരിഫയർ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനനും പഞ്ചായത്ത് അനുവദിച്ച ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു S. പത്മവും നിർവഹിച്ചു. ആലപ്പുഴ DPC പ്രീതി M. കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ AS. ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS. ശിവപ്രസാദ്, ND. ഷിബി, ടോമി ഏലശ്ശേരി, അജിത OP, ജയറാണി, ശോഭ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ HM ശ്രീനിവാസ ഷേണായി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രിയ PF നന്ദിയും പറഞ്ഞു. ചേർത്തല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരം മാലിന്യ കൂമ്പാരമാകുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ചേലത്ത് ചേർത്തല പദ്ധതി പുരോഗമിക്കുമ്പോഴാണ് നഗരസഭയ്ക്ക് മൂക്കിന് താഴെ മാലിന്യം നിറയുന്നത്. ചേർത്തല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലെ ദൃശ്യങ്ങളാണിത്. പലവിധ മാലിന്യങ്ങളാണ് ഇവിടെ കൂമ്പാരമായി കിടക്കുന്നത്.
കടകളിൽ നിന്നുള്ള വേസ്റ്റുകളും ഇവിടെ തള്ളുന്നുവെന്നാണ് ആരോപണം. നഗരസഭയുടെ മൂക്കിന് താഴെ അരങ്ങേറുന്ന ഈ പ്രവർത്തികൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണോ? അതേസമയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും കർശന നടപടിയെടുക്കുമെന്നാണ് ചെയർപേഴ്സൺ പ്രതികരിക്കുന്നത്. അതിന് എല്ലാവരുടെയും കൂടി സഹായത്തോടു കൂടി ചേലത്ത് ചേർത്തല എന്നുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയും എല്ലാ വീടുകളും വൃത്തിയാക്കുന്നുണ്ട്, എല്ലാ നഗരങ്ങളും നമ്മുടെ ചേർത്തലയിലെ നഗരം നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെയും നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. 1.5 മാസത്തിന് മുമ്പ് ഇതുപോലെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്തതാണ്. പക്ഷേ എല്ലാവരെയും നമ്മൾ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും നമ്മൾ ഫൈൻ അടിച്ചില്ല എന്നുള്ളതായിട്ടുള്ളൊരു കാര്യം ചേർത്തല നഗരസഭയിലുണ്ടായി. പക്ഷേ ഇനിയിപ്പം നമ്മൾക്ക് ആ ഒരു രീതി മാറ്റിക്കൊണ്ട് ആരാണോ ഇത് ചെയ്യുന്നത് നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനം. പക്ഷേ നമ്മുടെ മാലിന്യത്തെ കൊണ്ട് ഇതുപോലുള്ളതായിട്ടുള്ള ചേർത്തലയുടെ ഹൃദയഭാഗത്ത് കൊണ്ടുവന്ന് ഇടുന്നത് ഒട്ടും ശരിയായിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ഇനിയും അങ്ങനെ തന്നെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കക്കൂസ് മാലിന്യം തള്ളുന്നതായിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ചേർത്തല നഗരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നൈറ്റ് സ്ക്വാഡ് ഇറങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തോളമായിട്ട് ചേർത്തല നഗരത്തിൽ കക്കൂസ് മാലിന്യം തള്ളാത്തതായിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പം നമ്മുടെ വെട്ടത്ത് തന്നെ അല്ലെങ്കിൽ കൺമുന്നിൽ കിടക്കുന്നതായിട്ടുള്ള പ്രദേശം നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടായിരിക്കാം. കാരണം നമ്മുടെ മുറ്റത്തുള്ള സ്ഥലമാണ് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പോൾ അതിൻ്റെ വാതിക്കയിൽ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളത് ഒരിക്കലും ശരിയായിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രവണതയല്ല. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കും. അതായത് നമ്മൾക്ക് ഫൈൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. മാലിന്യം തള്ളുന്നവർക്കെതിരെ പിഴ ഈടാക്കുമെന്നും പറയുന്നു. ഏതായാലും പിഴ ഈടാക്കിയാലും നടപടി സ്വീകരിച്ചാലും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വത പരിഹാരം കണ്ടേ പറ്റൂ. ഓണവിപണി ലക്ഷ്യം വെച്ച് കഞ്ഞിക്കുഴിയിലെ കർഷകർ ആരംഭിച്ച പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മന്ത്രി പി പ്രസാദ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മണ്ണിലും വിണ്ണിലും ഏറെ തിളങ്ങി നിൽക്കുന്ന സൂപ്പർ സ്റ്റാറുകൾ കർഷകരാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കഞ്ഞിക്കുഴി പഞ്ചായത്ത് 8-ാം വാർഡിലെ ചക്കനാട്ട് വീട്ടിൽ CR ഷാജിയും കുടുംബവും നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. മനുഷ്യഹൃദയത്തിൽ ആദ്യം ഇടം കൊടുക്കേണ്ടത് മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകർക്ക് തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു. പിന്നാലെ പോകുന്നു, അവരൊക്കെയാണ് സൂപ്പർ താരങ്ങൾ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കർഷകരും കർഷക തൊഴിലാളിയുമാണ്. അവരില്ല എങ്കിൽ നമ്മുടെ തന്നെയും ജീവിതമില്ല. ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്ത് മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ, മണ്ണിലെ താരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൃഷിക്കാരനും കർഷക തൊഴിലാളിയുമാണ്. ആ കൃഷിയെയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ചേർത്ത് നിർത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷകനായി നിന്നുകൊണ്ടാണ് ശ്രീ ഷാജി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുടുംബാംഗങ്ങളെല്ലാവരും ഇതിൽ കാണിക്കുന്ന താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് ഹൃദയം നിറഞ്ഞ് ഒരു നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്, അഭിനന്ദനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരം ചിന്താഗതി ശക്തി പ്രാപിക്കുന്നത് ആശാവഹമാണെന്നും അഭിപ്രായപ്പെട്ടു. പൂവിപണി ഉണർന്നില്ല എങ്കിലും ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾക്കായി പൂക്കൾക്ക് ആവശ്യക്കാർ ഇപ്പോഴുമുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ ദീപുമോൻ, ഫെയ്സി വി ഏറനാട്, പി ഇന്ദിര, CK ശോഭനൻ, കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ, കൃഷി ഓഫീസർ റോസ്മി ജോർജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ SD അനില, കർഷകൻ CR ഷാജി, ശുഭകേശൻ തുടങ്ങിയവരും പങ്കെടുത്തു. 1/2 ഏക്കർ സ്ഥലത്താണ് വ്യത്യസ്ത ഇനം ബന്ദിപ്പൂക്കൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത്. ക്ഷീരവികസന വകുപ്പ്, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, ക്ഷീരസംഘങ്ങൾ എന്നിവയുടെ നേതൃത്വത്തിൽ ക്ഷീരസംഗമം നടന്നു. കേരള ഫീഡ്സ്, മിൽമ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു സംഗമം. പള്ളിപ്പുറം വെള്ളിമുറ്റം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ഷീരസംഗമം ദലീമ ജോജോ MLA-യും മുതിർന്ന കർഷകരായ ഭാർഗവി ഗോവിന്ദൻ, OP കരുണാകരൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അതിൽ നിന്ന് വരുമാനം കുറയുമ്പോൾ വേദനകൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം. നമ്മളെ ചുറ്റിനും ഉണ്ടായിരുന്ന പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം നമ്മോടൊപ്പം തന്നെ നമ്മുടെ പശുക്കൾക്കും വളരെയധികം പ്രശ്നങ്ങളുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷമതകൾ പല കുടുംബങ്ങളും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പ്രകൃതി ദുരന്തം സംഭവിച്ചു. വയനാട് പോലെയുള്ള പ്രദേശത്ത് പ്രകൃതി ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മുടെ ഇടങ്ങളിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും നമ്മളെ ത്യജിക്കേണ്ടതായിട്ട് മാറുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. കാരണം എന്താണ്, ഒരു നാടില് വലിയ ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉടുതുണിക്കും മറുതുണിയില്ലാത്ത അവസ്ഥകളിലേക്ക് ഓരോ മനുഷ്യനെ പെട്ടു. ജീവിക്കുന്നവൻ ചത്തതിന് പാതി ജീവിച്ചിരിക്കുകയും
എന്ന് പറയുന്ന അവസ്ഥകളിലേക്കാണ് അവർ പെട്ടുപോയത്. അതിൽ കൈത്താങ്ങാകാനായിട്ട് നമ്മളെല്ലാവരും ഓടിയെത്തി, നമ്മുടെ സഹോദരങ്ങളാണെന്ന് ചിന്തിച്ച്. എങ്കിലും അതിൻ്റെ വേദന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഗവൺമെൻറ് പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ അത് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ നമ്മളുടെ കൈത്താങ്ങുകളും സഹായങ്ങളും നല്ല മനസ്സുള്ളവരെല്ലാവരും വയനാട്ടിലേക്ക് കൊടുത്തു. എത്ര വന്നാലും ക്ഷീരകർഷകരെന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പാദ്യത്തിലൂടെ പോകുന്നവരല്ല. അവർ ശുദ്ധമായ കാര്യങ്ങൾ ചെയ്ത് പരിശുദ്ധമായി പരിപാലിച്ചുകൊണ്ട്, പശുക്കളെ പരിശുദ്ധമായി പരിപാലിച്ചുകൊണ്ട് സമൂഹത്തിന് മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരുടെ കാര്യങ്ങളിൽ എത്രത്തോളം പ്രതിസന്ധികൾ ഉണ്ടായാലും നമുക്ക് നല്ലൊരു മന്ത്രിയെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. തൈക്കാട്ശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രജിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ MLA ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകരെ ആദരിച്ചു. VR രജിത ക്ഷീര വികസന ഓഫീസ് ISO പ്രഖ്യാപനം നടത്തി. ആലപ്പുഴ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ V ഷെരീഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ പാൽ സംഭരിച്ച ക്ഷീര സംഘത്തെ TK പ്രതുലചന്ദ്രൻ ആദരിച്ചു. സംഗമത്തോട് അനുബന്ധിച്ച് ക്ഷീര വികസന സെമിനാർ, ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം, ഡയറി ക്യൂസ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. വഴിയോര കച്ചവടക്കാരെ അനധികൃതമായി ഒഴിപ്പിക്കുന്നു എന്ന ആരോപണം. പ്രതിഷേധവുമായി വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ചേർത്തല PWD ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. ചേർത്തല PWD ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ AITUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അവരെ മാറ്റണം അല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നാണ് ഇന്നത്തെ നിയമ വ്യവസ്ഥ. അതല്ലാതെ ഇത് പിണറായി വിജയന്റെ നിയമമൊന്നുമല്ല. പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാലും അതിൻ്റെ കിട്ടുകയും വേണ്ട. ഈ സംസ്ഥാന സർക്കാരിൻ്റെ യഥാർത്ഥ നയം പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ വന്നതിന് ശേഷം 2014 കേന്ദ്ര നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മുനിസിപ്പാലിറ്റികളിലും എല്ലാ നഗരകേന്ദ്രങ്ങളിലും വെൻഡിങ് കമ്മിറ്റി രൂപീകരിച്ചത്. അത് വെറുതെ രൂപീകരിക്കുകയല്ല, ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തി വോട്ടവകാശമുള്ള ആളുകളെ കൊണ്ട് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വഴിയോര കച്ചവടക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചല്ലേ ഈ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ ആരെങ്കിലും പേര് പറഞ്ഞല്ല. ജനാധിപത്യപരമായി മുനിസിപ്പാലിറ്റി കാർഡ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന വെൻഡിങ് അല്ലെങ്കിൽ വഴിയോര കച്ചവടക്കാരെ വോട്ടർ പട്ടിക തയ്യാറാക്കി ആ വോട്ടർ പട്ടികയുടെ വഴിയോര കച്ചവടക്കാരെ അനധികൃതമായി ഒഴിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക, ഒഴിപ്പിച്ചവരെ പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. ജില്ലാ കൗൺസിൽ അംഗം KS സലീം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി AP പ്രകാശൻ, CPI ചേർത്തല മണ്ഡലം സെക്രട്ടറി MC സിദ്ധാർത്ഥൻ, K ഉമയാക്ഷൻ, TJ ബേബി, PV ചിത്രൻ, NP ഷിബു, U മോഹനൻ തുടങ്ങിയവരും പങ്കെടുത്തു. വൈക്കം വെള്ളൂരിലെ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറിയായ KPPL നിന്ന് പുറംതള്ളുന്ന രാസമാലിന്യം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം. LDFന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് മുന്നിൽ ധർണ നടത്തി. KPPL ഗേറ്റിന് മുന്നിൽ നടന്ന ധർണാ സമരം CPM തലയോലപ്പറമ്പ് ഏരിയ സെക്രട്ടറി K ശെൽവരാജ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഇവിടെ പ്രത്യക്ഷമായ ഒരു സമരത്തിന് ഇന്ന് തുടക്കം കുറിച്ചത്. ഇത് കമ്പനി മാനേജ്മെന്റ് ശ്രദ്ധിക്കും, അവർ അത് പരിഗണിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ പരിഗണിക്കാതെ വീണ്ടും ഇത് ആവർത്തിക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വരേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയായിട്ട് ഈ സമരത്തെ മാനേജ്മെന്റ് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചു മൂവാറ്റുപുഴയാറിലെ വെള്ളത്തിന്റെ ഒരു പ്രാധാന്യം. ഇടുക്കി ഡാം ഉൾപ്പെടെ നിരവധി ഡാമുകളിലെ വെള്ളം സുഭിക്ഷമായിട്ട് ഒഴുകി വരുന്ന ഒരു ജലസ്രോതസ്സാണ് മൂവാറ്റുപുഴയാർ. കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും എറണാകുളം ജില്ലയും ഉൾപ്പെടെയുള്ള വിവിധ കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ് ഈ മൂവാറ്റുപുഴയാറാണ്. ഇപ്പൊ ജപ്പാൻ കുടിവെള്ള പദ്ധതിയെ കുറിച്ച് നമുക്കറിയാം. നിരവധി പദ്ധതികൾ, നിരവധി പ്രോജക്റ്റുകൾ ഈ മൂവാറ്റുപുഴയാറിന്റെ വെള്ളത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ജീവന്റെ നിലനിൽപ്പിന് ജീവവായു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് വെള്ളമാണ്. രാസമാലിന്യങ്ങൾ അടങ്ങിയ മലിനജലം ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ പുഴയിലേക്ക് നേരിട്ട് ഒഴുക്കുന്നത് മൂലം സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലം ഉപയോഗിക്കാൻ പറ്റാത്ത വിധം മലിനപ്പെടുകയാണെന്നും സമീപ പഞ്ചായത്തുകളിലെ ജനങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
പുഴയിലെ കുടിവെള്ള പദ്ധതികൾക്കും 4 പഞ്ചായത്തുകളിലെ ജനജീവിതത്തെയും മലിനീകരണം പ്രതികൂലമായി ബാധിക്കുകയാണെന്നും മാലിന്യം കുറ്റമറ്റ രീതിയിൽ സംസ്കരിക്കാതെ പുറത്തുവിട്ട് ജലമലിനീകരണം തുടർന്നാൽ കമ്പനിയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്നതടക്കമുള്ള സമരമാർഗങ്ങൾ തുടങ്ങാൻ നിർബന്ധിതരാകുമെന്നും നേതാക്കൾ പറഞ്ഞു. LDF നേതൃത്വം ഫാക്ടറിക്കുള്ളിലെത്തി മലിനീകരണത്തിന്റെ രൂക്ഷത കമ്പനി അധികൃതരെ ബോധ്യപ്പെടുത്തി ഉടൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി. വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KN സോണിക അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി സാബു P മണലൊടി, MP ജയപ്രകാശ്, ലൂക്ക് മാത്യു, KD വിശ്വനാഥൻ, TV ബേബി, TV രാജൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുകന്യ സുകുമാരൻ, P പ്രീതി, ആനന്ദവല്ലി തുടങ്ങിയവരും പങ്കെടുത്തു. ചേർത്തല നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭ കാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണങ്ങൾ നൽകിയത്. വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. വയോജനങ്ങൾക്കുള്ള സഹായ ഉപകരണങ്ങളായ വീൽചെയർ, വാക്കർ, ശ്രവണ സഹായി എന്നിവയാണ് വിതരണം ചെയ്തത്. വൈസ് ചെയർമാൻ TS അജയ്കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭ ജോഷി, G രഞ്ജിത്ത്, കൗൺസിലർമാരായ D സൽജി, MK പുഷ്പകുമാർ, ഷീജ സന്തോഷ്, കനകമ്മ മധു, ശ്രീജ മനോജ്, സീനാമോൾ ദിനകരൻ, ബാബു മുള്ളഞ്ചിറ, പ്രമീള ദേവി, ബിഭാസി, A അജി, നഗരസഭാ സെക്രട്ടറി TK സുജിത്ത്, ICDC സൂപ്പർവൈസർ ലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ വീണപൂവ് എന്ന പേരിൽ നടത്തുന്ന കലാമത്സരങ്ങളുടെ ഫൈനൽ ഓഗസ്റ്റ് 28-ന് വൈക്കം ആശ്രമം സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNDP യോഗം വനിതാ സംഘം കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കലാമത്സരങ്ങളുടെ ഫൈനൽ ഓഗസ്റ്റ് 28-ന് വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കേരളത്തിലെ വിവിധ ജില്ലകളെ മേഖലാടിസ്ഥാനത്തിൽ തിരിച്ച് കുമാരനാശാൻ സ്മൃതി ആചരണത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിൽ വിജയികളായവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫൈനൽ മത്സരങ്ങൾ നടത്തുന്നത്. സബ് ജൂനിയർ വിഭാഗത്തിനായി പൂക്കാലവും ജൂനിയർ വിഭാഗത്തിന് വീണപൂവ് എന്നീ ആലാപന മത്സരങ്ങളും സീനിയർ വിഭാഗത്തിനായി ആശാന്റെ യോഗ നേതൃത്വവും കവിത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗ മത്സരവും സൂപ്പർ സീനിയർ വിഭാഗത്തിന് കരുണ എന്ന കൃതിയെ ആസ്പദമാക്കി ആസ്വാദനവും സംഘടിപ്പിച്ചിരുന്നു. കൂടാതെ കുമാരനാശൻ എഴുതിയ ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി എന്നിവയെ ആസ്പദമാക്കി നൃത്ത നാടകവും അരങ്ങിലെത്തുന്നു. മത്സരങ്ങളുടെ സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാന വിതരണവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കും. ഡോക്ടർ MN സോമൻ, തുഷാർ വെള്ളാപ്പള്ളി, അരേക്കണ്ടി സന്തോഷ്, പ്രീതി നടേശൻ, കൗൺസിൽ അംഗങ്ങൾ, വൈക്കം യൂണിയൻ പ്രസിഡന്റ് PV ബിനേഷ്, സെക്രട്ടറി MP സെൻ, മറ്റ് യൂണിയൻ ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ കേന്ദ്ര വനിതാ സംഘം പ്രസിഡന്റ് KP കൃഷ്ണകുമാരി, വൈസ് പ്രസിഡന്റ് ES ഷീബ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, നിർമ്മല അനിരുദ്ധൻ, രാധാമണി PN, വൈക്കം യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ഷീജ സാബു തുടങ്ങിയവരും പങ്കെടുത്തു. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവനും കുമാരനാശാനും തമ്മിൽ ഒരു വലിയ അഭേദ്യമായ ആത്മ ഇഴയടുപ്പത്തിൻ്റെ ബന്ധമുണ്ടായിരുന്നു. വേണമെങ്കിൽ ഗുരുദേവൻ്റെ മാനസപുത്രനോ മാനസ ശിഷ്യനോ ആയിരുന്നു കുമാരനാശാൻ. ആ കുമാരനാശാൻ ഈ കാവ്യ കൈരളിക്ക് നൽകിയിട്ടുള്ള മഹാകാവ്യം എഴുതാതെ മഹാകവിയായ കുമാരനാശാനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കുമാരനാശാന്റെ കൃതികൾ ഇന്നും കാലിക പ്രസക്തമായിട്ടുള്ളതാണ്. രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ചേർത്തല, അരൂർ നിയോജക മണ്ഡലങ്ങളിൽ പാലിയേറ്റീവ് കെയർ സ്പർശം പ്രവർത്തനം ആരംഭിച്ചതായി മുഖ്യ രക്ഷാധികാരി ഡോക്ടർ KS മനോജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി യശസ്വരനായ രാജീവ് ഗാന്ധിയുടെ നാമധേയത്തിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ഈ ചേർത്തല താലൂക്കിൽ, പ്രത്യേകിച്ച് അരൂർ ചേർത്തല മണ്ഡലങ്ങളിൽ ഈ സാന്ത്വന പരിചരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഈ സാന്ത്വന പരിചരണത്തിൻ്റെ സേവനം അർഹിക്കുന്ന ഒട്ടനവധി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പണ്ട് ഒരുപക്ഷെ നമ്മൾ ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ ജീവിതാവസാനത്തിലേക്ക് എത്തിയ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ക്യാൻസർ രോഗികൾക്കാണ് ഈ സാന്ത്വന പരിചരണം ആവശ്യമായിരുന്നതെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒട്ടനവധിയായിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ട്. ക്യാൻസർ മൂലവും മറ്റ് ജീവിതശൈലി രോഗങ്ങൾ മൂലവും അപകടത്തിലൊക്കെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി സംഭവിച്ച് ജീവിതകാലം മുഴുവൻ കിടപ്പിലാകുന്ന രോഗികളുമൊക്കെ ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സർവേ എടുത്തപ്പോൾ ഓരോ വാർഡിലും 10 മുതൽ 15 രോഗികൾ വരെയുള്ള ലിസ്റ്റുകളാണ് ഞങ്ങളുടെ പ്രവർത്തകർ അയച്ചു തന്നത്.
ഞങ്ങളൊരു ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വേണമല്ലോ. അപ്പോൾ നമ്മളുടെ പല പ്രവർത്തകരും പഞ്ചായത്തുകളിൽ നിന്ന് അയച്ചു തന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാർഡിൽ പോലും 10-15 കിടപ്പ് രോഗികളുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഞങ്ങൾ കഴിഞ്ഞ 3 ആഴ്ചകളിലായിട്ട് 3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ വീടുകൾ ഭവനം സന്ദർശിച്ച് രോഗികളെ കാണുകയുണ്ടായി. അതൊരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്. ഒരു ദിവസം 10-15 രോഗികളാണ് ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിച്ചത് ഒരു ദിവസം. അപ്പോൾ ഇത് എല്ലാ പഞ്ചായത്തിലും വ്യാപിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് പ്രോഗ്രാം എൻ്റെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഒരു പ്രാഥമിക പരിശീലന പരിപാടി എന്നുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ലയൺസ് ക്ലബ്ബിൽ വെച്ച് അത് കൂടുകയുണ്ടായി. ഏതാണ്ട് 60ഓളം അല്ലേ, 60-ലധികം സന്നദ്ധ പ്രവർത്തകർ ആ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ഇതിൽ അന്നത്തെ പരിശീലന പരിപാടി നമുക്ക് തോന്നിയത് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, ഈ പ്രവർത്തനത്തോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പഞ്ചായത്തുകളിലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുക. ഒരു രോഗി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അന്ന് സന്ദർശിച്ച് വേണ്ട പരിചരണം കൊടുക്കുക. ആവശ്യമുള്ള എയർബഡോ, കിടപ്പ് രോഗിയാണ് എയർബഡോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വാക്കറോ. കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് ഡോക്ടർ KS മനോജിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അവർക്ക് സാന്ത്വനം നൽകുന്ന പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആദ്യഘട്ടമായി പട്ടണക്കാട്, കടക്കരപ്പള്ളി, വയലാർ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നൽകിക്കഴിഞ്ഞു. ആയുർവേദ ഡോക്ടർ ധന്യ രവി, ഡോക്ടർ മമത, ഹോമിയോ ഡോക്ടർ R പ്രകാശ് എന്നിവരുടെ സേവനവും പാലിയേറ്റീവ് കെയറിന് ലഭ്യമാക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും സെപ്റ്റംബർ 8-ാം തീയതിക്കുള്ളിൽ പൂർത്തീകരിച്ച് പാലിയേറ്റീവ് പ്രവർത്തനം ഊർജിതമാക്കുവാനാണ് ഫൗണ്ടേഷൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും മനോജ് പറഞ്ഞു. ഓരോ പഞ്ചായത്തുകളിലും 7 അംഗങ്ങൾ വീതമുള്ള കമ്മിറ്റിയും രക്ഷാധികാരികളും ഉണ്ടാകും. ഞായറാഴ്ച ദിവസമാണ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം നടക്കുന്നത്. അന്നേ ദിവസം ഡോക്ടർ KS മനോജിന്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് ടീം എല്ലാ പഞ്ചായത്തുകളിലും സന്ദർശനം നടത്തി കാര്യങ്ങൾ വിലയിരുത്തും. എല്ലാ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് കെയറിന് ഒരു ഓഫീസ് ഉടനെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് TH സലാം, രക്ഷാധികാരി അഡ്വക്കേറ്റ് VN അജയൻ, സംസ്ഥാന ഭാരവാഹികളായ TK അനിലാൽ, CR സാനു, PM രാജേന്ദ്രബാബു, AK ഷെരീഫ്, B ഭാസി തുടങ്ങിയവരും പങ്കെടുത്തു. കിടപ്പ് രോഗികളെ വീട്ടിൽ ചെന്ന് പരിചരിച്ച് അവർക്ക് സാന്ത്വനം നൽകുന്ന ഒരു പദ്ധതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പേര് സ്പർശം എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 1-ാം ഘട്ടമായിട്ട് പട്ടണക്കാട്, കടക്കരപ്പള്ളി, വയലാർ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ കഴിഞ്ഞ 3 ഞായറാഴ്ചകളിൽ ഇതിൻ്റെ സർവീസ് നടത്തിയിരുന്നു. മനോജ് ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ സർവീസ് നടന്നത്. ആ പരിചരണത്തിൽ വെച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഉപകരണങ്ങളും മരുന്നുകളും ആ കിടപ്പ് രോഗികളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ചേർത്തല, അരൂർ നിയോജക മണ്ഡലങ്ങളിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള വോളണ്ടിയേഴ്സിന് ചേർത്തല ലയൺസ് ക്ലബിൻ്റെ ഹാളിൽ വെച്ച് ഒരു പരിശീലനം നൽകുകയുണ്ടായി. ആ പരിശീലനം ഉദ്ഘാടനം ചെയ്തതും ബഹുമാന്യനായ ഡോക്ടർ KS മനോജ് XMP അവരുകളാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഇതിനൊരു ഓഫീസ് അടിയന്തരമായി തുടങ്ങാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും, ഈ 2 നിയോജക മണ്ഡലങ്ങളിലെ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികളും ഉടനെ തന്നെ സെപ്റ്റംബർ 8-ാം തീയതിക്കുള്ളിൽ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ഊർജിതമാക്കാനാണ് ഇതിൻ്റെ ശ്രമം ഫൗണ്ടേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുത്തിയതോട് പഞ്ചായത്ത് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തി. യോഗത്തിൽ സംസ്ഥാന ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. KPCCയുടെ തീരുമാനപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും KPCC സർക്കുലർ ചർച്ച ചെയ്യുന്നതിനായാണ് സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് നടത്തിയത്. TD ഐഡിയൽ ട്യൂഷൻ സെന്ററിൽ നടന്ന സംയുക്ത ക്യാമ്പ് എക്സിക്യൂട്ടീവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് പായിക്കാട് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് പ്രധാനമായും നമ്മുടെ KPCC മിഷൻ 2000 എന്ന് പറയുന്നത് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മുഴുവൻ സീറ്റുകളും ജയിച്ച് പഞ്ചായത്ത് നമ്മുടെ കയ്യിൽ കിട്ടണം. ഇപ്പം നമ്മുടെ ബ്ലോക്കിൽ തന്നെ 5 പഞ്ചായത്തുള്ളത് കോടതിരുത്തും തുറവൂരും മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. കോടതിരുത്ത് നമ്മൾ ഒരു
ചില ഇതിൻ്റെ പേരിൽ നമ്മൾ ഒരുമിച്ച് ഭരിക്കുന്നു, തുറവ് നാം ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. അപ്പം അതുപോലെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 3 ടേമായി CPM ആണ് ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഭരിച്ചുകൊണ്ട് പോകുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അറിയുന്നുണ്ട്. കാരണം ഒരു പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ പോലും നമ്മുടെ ആളുകൾ പോകുന്നില്ല എന്നുള്ളതാണ്. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് VA ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് മുഖ്യ സംഘടനാ ചട്ടപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി S ശരത്ത് സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ K രാജീവൻ, K ഉമേശൻ, തുറവൂർ ദേവരാജൻ പിള്ള തുടങ്ങിയവരും പങ്കെടുത്തു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് K അജിത് കുമാർ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് ടെനി വെളിയിൽ നന്ദിയും പറഞ്ഞു. ചരമവാർത്ത. ചേർത്തല നഗരസഭ 3-ാം വാർഡ് ചിറ്റേഴുത്ത് വീട്ടിൽ പരേതനായ പരീദിന്റെ ഭാര്യ സൈനബ പരീദ് കുഞ്ഞ് നിര്യാതയായി. CP ടയേഴ്സ് ഉടമ യൂസഫിന്റെ മാതാവാണ്. ചേർത്തല നഗരസഭ 11-ാം വാർഡ് കൃഷ്ണകൃപയിൽ S ദിനേശ് പൈ നിര്യാതനായി. റിട്ടയർഡ് റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. സംസ്കാരം രുദ്രവിലാസത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താരസംഘടനയായ അമ്മയുടെ കൂട്ടരാജിക്കെതിരെ നടൻ അനൂപ് ചന്ദ്രൻ. രാജി അംഗീകരിക്കുന്നില്ലെന്ന് അനൂപ് ചന്ദ്രൻ. ഒരു സംഘടനയിലെ മുഴുവൻ ആളുകളും രാജിവെക്കുന്ന രീതി ശരിയല്ലെന്നും അനൂപ് ചന്ദ്രൻ. അതിനെ നിലനിർത്താനായിട്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എപ്പോഴും ഈ സംഘടനയുടെ അമരത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കും. സ്നേഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിക്കും. ആലപ്പുഴ നഗരസഭ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്നു എന്ന ആരോപണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെയും ആലപ്പുഴ നോർത്ത് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി. 13 കോടി രൂപ മുടക്കി സംസ്ഥാന സർക്കാരിന്റെ സപ്പോർട്ടോടുകൂടി പൂർത്തിയാക്കിയ ആ മന്ദിരത്തിൽ 1300 ലക്ഷം രൂപയാണ് അവിടെ കിടന്ന് നശിക്കുന്നത്. ചേർത്തല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരം മാലിന്യ കൂമ്പാരമാകുന്നു. നഗരസഭയുടെ നേതൃത്വത്തിൽ ചേലത്ത് ചേർത്തല പദ്ധതി പുരോഗമിക്കുമ്പോഴാണ് നഗരസഭയുടെ മൂക്കിന് താഴെ മാലിന്യം നിറയുന്നത്. ഒരിക്കലും ശരിയായിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രവണതയല്ല. തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കും. അതായത് നമ്മൾക്ക് ഫൈൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. വഴിയോര കച്ചവടക്കാരെ അനധികൃതമായി ഒഴിപ്പിക്കുന്നു എന്ന ആരോപണം. പ്രതിഷേധവുമായി വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ AITUC ചേർത്തല PWD ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആ നിയമം വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, അവരെ പുനരധിവസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. വൈക്കം വെള്ളൂർ പത്രക്കടലാസ് നിർമ്മാണ ഫാക്ടറിയായ KPPL നിന്ന് പുറംതള്ളുന്ന രാസമാലിന്യം മൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യം. LDFന്റെ നേതൃത്വത്തിൽ ഫാക്ടറിക്ക് മുന്നിൽ ധർണ നടത്തി. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും LDF. ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളാണ് ഇവിടെ പ്രത്യക്ഷമായ ഒരു സമരത്തിന് ഇത് തുടക്കം കൊടുത്തത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.